ആരാധനയ്ക്കായി നമുക്ക് ആമേൻ ദൈവസ്ഥലായിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കാരണം ഒരു പ്രാവശ്യം ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ഈ അവസരം കിട്ടാതെ ഈ അവസരത്തിനായി കാത്തിരിക്കുക. നമുക്ക് ദൈവം നല്ല അവസരം നൽകി തന്നിരിക്കുക. മരണത്തിന്റെ താഴ്വരയിൽ കൂടി നമ്മൾ പലപ്പോഴും കടന്നു പോയപ്പോഴും മരണത്തിന് നമ്മളെ ഏൽപ്പിക്കാതെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ലോകയാത്രയിൽ വൻ തിരമാലകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാറ്റും കോളുകളൊക്കെ അടിക്കുമ്പോൾ വീഴാതെ നമ്മളെ ചേർത്ത് നമ്മുടെ ചാരത്തുണ്ടെന്ന് നമ്മളോട് വാഗ്ദത്തം ചെയ്ത് കർത്താവിടെ വന്നിട്ടുണ്ട്. ആ ദൈവത്തെ ആരാധിക്കാൻ എത്ര പേർക്ക് സന്തോഷം. എപ്പോഴും ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളെ ആരാധിപ്പിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നൽകി നൽകിയ നന്മകളെ ഓർത്താൽ നിങ്ങൾ തന്നെ ആരാധിച്ചു. അങ്ങനെയല്ല ആരാധിക്കേണ്ടത്. ഒരാളിവിടെ ഒരു വർഷത്തിലൂടെ നിന്ന് നിങ്ങളെ കൊണ്ട് ആരാധിപ്പിക്കുന്നതല്ല ആരാധന. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുന്ന നന്മകളെ ഓർത്താൽ നിങ്ങൾ തന്നെ ആരാധിച്ചു പോകണം. അതാണ് ദൈവം നമ്മുടെ ജീവിതത്തിലെ നന്മകൾക്ക് ദൈവത്തിന് എന്ത് പ്രതിഫലം കൊടുക്കുമെന്ന് വിചാരിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ആരാധന മാത്രമേ ഉള്ളൂ. വേറൊന്നും ദൈവത്തിന് വേണ്ട. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം, ഈ വൈകുന്നേര സമയത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. തീരം
സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വിശ്വാസം എന്താ? വേഗം നാം കർത്താവിന്റെ സന്നിധി ചേർന്നുള്ളതാണ്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. വരവെങ്കിൽ നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ വരവെങ്കിൽ ഞാനും നിങ്ങളും എടുക്കപ്പെടുമെന്നുള്ളതാണ്. ഈ ഭൂമിയിൽ വെച്ച് നേടിയത് സമ്പത്തുകളും എല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കും. അല്ലെങ്കിൽ എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് വേണം പോവുക. മനുഷ്യരെല്ലാരും ഓടുക, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയൊക്കെ എല്ലാരും നെട്ടോട്ട് ഓടുക. പക്ഷെ അതൊക്കെ ഇവിടെ അവസാനിക്കും. നിത്യതയിൽ ചെല്ലുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ദൈവം നിത്യതയിലുണ്ടെന്നുള്ളതാണ് വിശ്വാസം. അതൊക്കെ കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കണം. ചേറിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആശ്ചര്യമായ കുഴിയിൽ നിന്ന് കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് കൊണ്ടാണ് എന്നെ നിങ്ങളെ ഉയർത്തിയത്. ദിവസം എഴുന്നേറ്റാണ് നമ്മളൊരു പാട്ടോട് പാടി ദൈവത്തെ അന്യഭാഷയിൽ ആരാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. 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 ഈ പകൽക്കാലം സന്തോഷമുണ്ട്. ദൈവത്തെ ആരാധിപ്പാൻ ഒരു കോഴി തന്റെ കുഞ്ഞിനെ ചിറകിന്റെ അടിയിൽ കാത്തു പരിപാലിക്കുന്ന ഓരോ ദിനവും എന്നെ നിങ്ങളെയും ദൈവം കാത്തു പരിപാലിക്കുന്നു. ദൈവം മോശയെ വിളിച്ചപ്പോൾ മോശ പല ഒഴിവുകളും പറഞ്ഞു ദൈവത്തോട്. ഹല്ലേലൂയ. ഞാൻ കടിച്ച നാവുള്ളവനായിരുന്നു, വിക്കനായിരുന്നു ഒക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കർത്താവിനൊരു പ്രശ്നമല്ലായിരുന്നു. ഹല്ലേലൂയ. മോശയെ ദൈവം ഉപയോഗിച്ചു. എന്തുകൊണ്ടാണ്? ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നതുകൊണ്ടാണ് മോശയെ ദൈവം ഉയർത്തിയത്. ഹല്ലേലൂയ. കാട്ടിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന ദാവീദിനെ ദൈവം നാട്ടിലെ രാജാവാക്കിയത് ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നതുകൊണ്ടാണ്. എത്ര പേർക്ക് ഈ പകൽക്കാലം ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുവാൻ സാധിക്കും? വിശ്വസ്തന്മാർ കുറയുമ്പോൾ നമ്മളെ വിശ്വസ്തരെ നന്ദിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മളെ വിശ്വസ്തന്റെ എണ്ണി ആ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ അടിച്ച് ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. Holy
എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർത്തിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന നല്ല അത്ഭുതങ്ങളും വിടുതലുകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ എൻ്റെ ജീവിതം നൽകി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വചനം പറയുന്നത് പോലെ ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരുന്നു. യഹോവയുടെ ബലമുള്ള കൈ എൻ്റെ മേൽ ഇരുന്നതുകൊണ്ട് ശ്രേഷ്ഠമായി അത്ഭുതമായിരുന്ന എന്നെ ദൈവം മാനിച്ചു. ഒരു യാഥാർത്ഥിക മാർത്തോമ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമെന്ന ഒരു പ്രതീക്ഷയും ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. തിരുവല്ലയ്ക്ക് അടുത്ത് നെടുമ്പുറം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞങ്ങൾ 3 മക്കളാണ്. ചെറുപ്പം മുതലേ മാതാപിതാക്കൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ എന്നെ വളർത്തി. ദൈവത്തെ ആ മർത്തോമ അറിയാമല്ലോ, മർത്തോമയിലുള്ള എങ്ങനെയാണ് ജീവിക്കുന്നത്, അതുപോലെ തന്നെ എന്നെ വളർത്തി. പക്ഷെ എൻ്റെ വലിയപ്പച്ചനും വലിയമ്മച്ചിയും ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവരായിരുന്നു. അവർ ഞങ്ങളെ ഒരു പ്രാവശ്യം ഈ പെന്തക്കോസ്തിലെ ആരാധനയ്ക്ക് എന്നെ എൻ്റെ അനിയനെ കൂടെ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ വെച്ച് ഈ കർത്താവിനെ അറിയുവാൻ ഇടയായി. ഹല്ലേലൂയ. പലരും അന്ന് ആഭരണമൊന്നും ആരും ഇടത്തില്ല. പലരും എന്നെ നോക്കി പറഞ്ഞു, അമ്മാമ്മ കുഴപ്പമില്ല, അവരിപ്പോൾ പൊക്കോട്ട്. അവരുടെ കുറച്ചൊരു പ്രായം ചെന്ന് കഴിയുമ്പോൾ അത് കള്ളത്തരമാണെന്ന് പറഞ്ഞ് കള്ളത്തരമാണെന്ന് അവർക്ക് തിരിയുമ്പോൾ അവർ തിരിച്ച് വീണ്ടും മർത്തോമയിലേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ഓരോ ദിവസം കഴിയുന്നവർ ദൈവത്തെ കൂടുതൽ അടുക്കുവാനും ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാനും ഒക്കെ ഇടയാക്കി. അങ്ങനെ നെടുമ്പുറം ഗോസ്ബൽ സെന്ററിൽ പാസ്റ്റർ കെ സി ജോൺ പാസ്റ്റർ സഭയിൽ പോകാൻ ഇടയായി. കെ സി ജോൺ പാസ്റ്ററിന്റെ വൈഫ് എന്നെ VBS പഠിപ്പിക്കുവാൻ ഒരു സാഹചര്യം ഉണ്ടായി. പെട്ടെന്ന് VBSന്റെ ലാസ്റ്റ് ദിവസം ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളും എല്ലാവരും കൂടെ അമ്മാമ്മയുടെ ബെഡ്റൂമിൻ്റെ അവിടെ ഇരുന്നപ്പോൾ എല്ലാവരോടും ഒരു പേപ്പർ എടുക്കാൻ പറഞ്ഞു. പേപ്പർ എടുത്ത് നിങ്ങൾക്ക് എന്താകണമെന്ന് ആഗ്രഹമെന്ന് ഓരോരുത്തരോടൊത്ത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഓരോരുത്തരോടൊത്ത് എഴുതി എഞ്ചിനീയർ, ഡോക്ടർ, നേഴ്സുമാരെല്ലാം എഴുതി. ഞാനൊരു പേപ്പർ എടുത്ത് എൻ്റെ ആഗ്രഹം ഞാൻ അവത്തിൽ എഴുതി. പിറ്റേ ദിവസം VBSന്റെ അവസാന ദിവസം ഈ പേപ്പറുമായിട്ട് അമ്മാമ്മ ഫ്രണ്ടിൽ കടന്നു വന്നു. ഈ പേപ്പർ എടുത്തിട്ട് വായിച്ചു. ഇതിനകത്ത് ഒരാൾ എഴുതി തന്ന കാര്യം എന്നെ വളരെ വളരെ ആകർഷിച്ചു. അത് ഞാനിവിടെ വായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തത് കർത്താവിന് വേണ്ടി പാടുവാനും ദൈവത്തിന് വേണ്ടി ഉപകാരപ്പെടുവാനും എനിക്കതാണ് എൻ്റെ ആഗ്രഹമെന്ന് അറിയുവാനിടയായി. അവിടെ എഴുതി കൊടുക്കുവാനിടയായി. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ മാനുഷിക ബുദ്ധിയുമായിട്ട് പല കാര്യങ്ങളും നമ്മൾ ലോകപരമായിട്ട് പോകുമ്പോഴും ദൈവത്തിന്റെ ഹിതം മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ കർത്താവിന് വേണ്ടി നാട്ടിലും ഒക്കെ പല വേദികളിലൊക്കെ പാടുവാനിടയായി. ഈ രാജ്യത്ത് കടന്നു വന്നു. ഈ രാജ്യത്ത് കടന്നു വന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ രാജ്യത്ത് കടന്നു വന്നത്. ഉറക്കത്തിൽ എഴുന്നേറ്റ് ജോലി തരുമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ദൈവം എനിക്ക് തന്ന മനോഹരമായ ഒരു ജോലി. ഞാൻ ആദ്യം ഒരു കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത്. എന്നെ ദൈവം മാനിച്ചു. ദൈവത്തെ മിനിസ്റ്റർ ചെയ്ത് ദൈവത്തിന് ജോലി ചെയ്യുവാൻ ഇടയായി. ഇതൊക്കെ ഞാൻ നിങ്ങളൊക്കെ പറയുവാൻ കാരണം എൻ്റെ മിടുക്ക് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഒന്നുമല്ല. ഞാൻ 1 വർഷം കഴിഞ്ഞ് ഈ രാജ്യത്തുനിന്ന് പോയി ഡൽഹിയിൽ പോയി സെറ്റിൽ ആവാൻ വേണ്ടിയിരുന്ന ഞാൻ അപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ 19 വർഷം ഈ രാജ്യത്ത് ദൈവത്തെ മാത്രമേ. എന്റെ കൂടെ ജോലി ചെയ്തവർ അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ജോലി ചെയ്തവർ അനേകർ ഈ രക്ഷയിൽ നിന്ന് പിന്മാറിപ്പോയി. എന്നാൽ ഈ 18 വർഷക്കാലം എന്നെ ദൈവം ശ്രേഷ്ഠമായി മാനിച്ചു. കുടുംബത്തെ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ ഇടയാക്കി. അതിനൊന്നും ഒരു സാഹചര്യവും ഇല്ലായിരുന്നു. പക്ഷേ ദൈവം എന്നെ മാനിച്ചതാണ്. ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയാം. ഞങ്ങൾ 2 പേര് ഈ രാജ്യത്ത് കടന്നു വന്നു. അന്നത്തെ കാലത്ത് ഞാൻ കമ്പനി ജോലി ചെയ്തപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ എൻ്റെ സാലറി വളരെ കുറവായിരുന്നു. എനിക്കന്ന് 60 ദിനാർ 80 ദിനാറേ ഉള്ളായിരുന്നു സാലറി.
കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പറ്റത്തില്ല. വൈഫിനാണെങ്കിൽ കുഞ്ഞുങ്ങളെ സ്പോൺസർ ചെയ്യാനും പറ്റത്തില്ല. ഒരാൾ ഇവിടെയും ഒരാൾ നാട്ടിലുമാണ്. എൻ്റെ അമ്മയ്ക്ക് തീരെ വയ്യ. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. എന്നാൽ നിയമങ്ങളെ മാറ്റി എഴുതുന്ന ഒരു ദൈവം ഇവിടുത്തെ നിയമങ്ങളെ മാറ്റി എഴുതി. കൊറോണ എന്ന മഹാമാരി ഈ രാജ്യത്ത് കടന്നു വന്നപ്പോൾ 1 മാസം 2 മാസക്കാലം ഇവിടുത്തെ ഒരു നിയമം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയാവോ? നേഴ്സുമാരായ ഭാര്യമാർക്ക് അവർ കുഞ്ഞുങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവരാമെന്ന്. ഞങ്ങൾ 8 വർഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി, ഒരാളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി. എന്നാൽ ആ കൊറോണ എന്ന മഹാമാരി വന്നപ്പോൾ നിയമങ്ങളെ ദൈവം എനിക്ക് വേണ്ടിയാ മാറ്റി എഴുതിയത്. എനിക്ക് വേണ്ടി മാറ്റി എഴുതിയ ദൈവം ഞങ്ങളെ കുടുംബമായിട്ട് ഈ രാജ്യത്താക്കി. പോകുന്നിടത്തൊക്കെ ലാഭേച്ഛ കൂടാതെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും, എന്റെ ദൈവത്തെ ഞാൻ ഉയർത്തുക. എനിക്ക് പേരോ പ്രശംസയോ പുകഴ്ചയോ ഒന്നും വേണ്ട. എന്റെ ദൈവത്തെ മാത്രമാണ് ഞാൻ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ ഇവിടുന്ന് അബു ഖലീഫയ്ക്ക് പോവാ. ഒരു ക്യാമ്പ് വിസിറ്റ് ചെയ്യാൻ ഞാൻ കുറച്ച് സഹോദരന്മാരോടെ കടന്നു പോവാ. ഭയങ്കര ചൂട്, ജൂൺ ജൂലൈ മാസത്തിലാണ്. ഇവിടുന്ന് ബസ് കയറി അബു ഖലീഫ റൗണ്ട് ബോട്ടിൽ ഇറങ്ങി ഞങ്ങളിങ്ങനെ പോവാ. ആ സമയത്ത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാവും. ഞാനിങ്ങനെ ബസ് ഇറങ്ങി അങ്ങോട്ട് റോഡിന്റെ സൈഡിൽ കൂടെ ഒരു ക്യാമ്പിലോട്ട് പോവാ. ക്യാമ്പിലോട്ട് പോകാൻ നേരം ഒരു ബസ് എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിർത്തി. ഒരു കുവൈറ്റി ചെറുക്കൻ ഗ്ലാസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്തു എൻ്റെ നേരെ കാർപ്പിച്ച് തുപ്പി. എൻ്റെ കൈ ബൈബിളുണ്ട്, എൻ്റെ മുഖത്ത് അവൻ്റെ കഫം വീണു. ഞാൻ കയ്യിൽ നിന്ന് ടവലെടുത്ത് ഈ കഫം ഇങ്ങനെ തുടച്ചിട്ട് ഞാൻ വീണ്ടും നടന്നു പോവാ. അപ്പൊ എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു, നീ എല്ലാ കാര്യത്തിനും പ്രതികരിക്കുന്നതാണല്ലോ, നീ എന്താ അവൻ്റെ അടുത്തൊന്നും പറയാഞ്ഞ്? ഞാൻ പറഞ്ഞാ, നമ്മൾ ദൈവമക്കളാണ്. ഈ ഒരു കഫം നമ്മുടെ മുഖത്ത് വീണിട്ടുണ്ടെങ്കിൽ ഇതിനെന്തുമാത്രം പ്രതിഫലമായിരിക്കും ദൈവം വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ പ്രതിഫലം ഓരോന്നോരോന്നായി എന്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നിരിക്കുക. ശ്രേഷ്ഠമായി ദൈവം ഈ രാജ്യത്ത് ഞങ്ങളെ മാനിച്ചു. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ പറഞ്ഞു, ഇവൻ പരാജയപ്പെട്ടു പോകും, ഇവന്റെ ജീവിതം പരാജയമാണെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ഞങ്ങളെ മാനിച്ചു. ആ അവർ തന്നെ, നാട്ടുകാർ തന്നെ ഇപ്പോൾ പറയുവാൻ ഇടയായി. ഞാൻ കേട്ടിട്ടുണ്ട്, ആ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അവർ ദൈവം ഉയർത്തിയെന്ന്. തലമുറയായി എന്നെ നിങ്ങളെ കരുതുന്ന ഒരു ദൈവം, ആ ദൈവത്തെ നിങ്ങൾ ആരാധിക്കണം. തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ തലമുറയായി നമ്മളെ കരുതുന്ന ദൈവം, തള്ളിക്കളഞ്ഞവരുടെ മുമ്പിൽ നമ്മളെ മാനിച്ച ഒരു ദൈവം. ആ ദൈവത്തെ മാനി സ്തുതിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കിക്കളയുക. തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം.
യേശുനാഥ ഇന്നേരം എന്നുമെന്നും എൻ പിതാവ് ഞാനാകുന്നാലും നീയാകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ ഞാനാകുന്നാലും നീയാകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ എന്റെ എല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ എന്റെ എല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ നിന്മാർന്നോട് ചേർന്നേ ഞാൻ യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ് നീ സ്നേഹം നൽകി നിൻ പ്രാണൻ നൽകി എന്നെന്നും എന്നെ പുത്രനാക്കി നീ സ്നേഹം നൽകി നിൻ പ്രാണൻ നൽകി എന്നെന്നും എന്നെ പുത്രനാക്കി എന്റെ എല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ എന്റെ എല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ നിന്മാർന്നോട് ചേർന്നേ ഞാൻ യേശുനാഥ ഇന്നേരം നീയാണെന്നെല്ലാം എന്നുമെന്നും എൻ പിതാവ് ഞാനാകുന്നാലും നീയാകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു ഞാനാകുന്നാലും നീയാകലില്ല ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു എന്റെ എല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ എന്റെ എല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ എന്റെ എല്ലാം നീയേ എൻ ജീവനും പ്രാണനും നീയേ എല്ലാമായ കർത്താവിനെ ആരാധിപ്പാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്. ദൈവസന്നിധി നമുക്ക് നന്മകൾ കിട്ടണമെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, നേരോടെ ദൈവസന്നിധി. അതിനൊറ്റ ഉത്തമ ഉദാഹരണമാണ് ഞാൻ. നേരോടെ ദൈവസന്നിധി നിന്നാൽ ദൈവം ഉയർത്തും പ്രകൃതി. നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു പോകും. നിങ്ങളെ സമൃദ്ധിയിലേക്ക് ദൈവം നടത്തണമെങ്കിൽ സൈപാസയും എല്ലാരെയും പല കാര്യങ്ങളും മറച്ചു വെക്കുവാൻ സാധിക്കും. എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹൃദയങ്ങളെ അറിയുന്ന ദൈവമാണ് നിങ്ങൾക്ക് നന്മ തരുന്നത്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, ദൈവം എനിക്കെന്താ, നമ്മൾ സഭയായിട്ട് പലരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷെ അതിനൊന്നും ദൈവം ചിലപ്പോൾ മറുപടി കൊടുക്കത്തില്ല. അവർ ഹൃദയങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ദൈവസഭയായത്. പല ദൈവസഭയിലും ഒത്തിരി ആൾക്കാരുള്ള ദൈവസഭയിലൊക്കെ ഞാൻ വർഷത്തിൽ ഇടിയാൻ വേണ്ടി പോകുമ്പോഴും ഒരു ദൈവസാന്നിധ്യം ഒന്നും കാണത്തില്ല. പലപ്പോഴും ചില ചെറിയ സഭകളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ആത്മസാന്നിധ്യമായിരിക്കും. നന്മകൾ തരുമ്പോൾ
നന്മകൾ തന്ന ദൈവത്തെ മറക്കരുത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവസഭയെ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരുതുവാനും വേറെ ആരും കാണത്തില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരയുവാനും നിങ്ങളുടെ ദൈവസഭയും നിങ്ങളുടെ ദൈവദാസനെ കാണത്തും. ആ ദൈവസഭയോട് ചേർന്ന് നിന്നാൽ ദൈവം നിങ്ങളുടെ ദേശത്ത് മാനിക്കും, നിങ്ങളെ ഉയർത്തും. ആരാധനയ്ക്ക് വരാൻ കിട്ടുന്ന സമയമൊക്കെ ദൈവത്തെ ആരാധിച്ചോ. ഒരു മടിയും കൂടരുത് കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാം. ഒരു ദൈവസഭ, എനിക്കറിയാവുന്ന ഒരു ദൈവസഭ അവരുടെ കുഞ്ഞുങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവസഭ ഉപവാസം പ്രാർത്ഥിച്ച് 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 ദൈവം കുഞ്ഞുങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവന്നു. വലിയ കുഞ്ഞുങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവന്നു. ഈ രാജ്യത്ത് കൊണ്ടുവന്നപ്പോ തണുപ്പ് സമയത്താണ് ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. ഞാൻ ഒരു ദിവസം ആരാധനയ്ക്ക് അവരുടെ ചർച്ചയിൽ പോകുമ്പോൾ ഇപ്പൊ ഞാൻ ഈ പ്രാർത്ഥനാ വിഷയമൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ ഞാൻ ഈ സഹോദരിയോടും സഹോദരനും ചോദിച്ചു, എന്തിയ മക്കളെ എന്താ കൊണ്ടുവരാഞ്ഞ്? അത് സ്കൂളിലൊക്കെ ഇവിടെ ചേർത്തു. അവരെന്നോട് പറയുക, ലിജു വരെ നമ്മൾ മക്കളോട് ചെയ്യുന്ന ക്രൂരതയല്ലേ, ഒരു ദിവസമല്ലേ അവർക്ക് ഉറങ്ങാൻ കിട്ടുന്നത്, അവർ ഉറങ്ങട്ടെന്ന്. ഞാൻ അതിശയിച്ചു പോയി. ദൈവസഭ ദൈവദാസനും ഫാസ്റ്റിംഗ് ഇരുന്ന് പ്രാർത്ഥിച്ചതാ കുഞ്ഞുങ്ങളെ ഈ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി. നിയമങ്ങളെ അവർക്ക് വേണ്ടി മാറ്റി എഴുതിയതാ ദൈവം. അവരൊരു ദിവസം റെസ്റ്റ് എടുക്കട്ടെന്ന്. അവരെല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ രാവിലെ ഒക്കെ എഴുന്നേൽക്കുന്നതല്ലേ, അവരിന്ന് കിടന്ന് ഉറങ്ങട്ടെന്ന്. ഞാൻ ചങ്കത്ത് കൈവച്ചു. ദൈവമേ, എന്താ മനുഷ്യരൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നത്. പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവസന്നിധി നന്മകൾ കൊടുക്കും, സഭ പ്രാർത്ഥിച്ച് ജോലി കിട്ടും. എല്ലാം കിട്ടിക്കഴിയുമ്പോൾ അവർ ദൈവത്തെ മറക്കും. നന്മകൾ ദൈവം തന്നു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തെ മറക്കരുത് കേട്ടോ. ജോലി തന്ന ദൈവത്തിന് 1 മിനിറ്റ് മതി നിങ്ങളെ ജോലി തിരിച്ചെടുക്കുക. ആ ദൈവത്തെ മറക്കരുത്. ആ ദൈവത്തെ മുറുകെ പിടിച്ചോണം. ആ ദൈവത്തെ മുറുകെ പിടിച്ചാൽ ദേശത്ത് നിങ്ങളെ ദൈവം മാനിക്കും. ദൈവസന്നിധി ഉറച്ചു നിൽക്കുക. കർത്താവിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു കസേര ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കും. അവിടെ എഴുതി വെക്കും. തലമുറയെ ദൈവം അനുഗ്രഹിക്കും. തലമുറയെ, അതിന് യാതൊരു മാറ്റവുമില്ല. എന്റെ അനുഭവമാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവസഭയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കും. മനുഷ്യരൊക്കെ മറക്കും. മനുഷ്യരൊക്കെ മറന്നോണ്ട് ദൈവം കണക്കെടുക്കും. ദൈവത്തിന് തുരുത്തിയിൽ നിങ്ങൾക്ക് വേണ്ടി വലുത്, നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി വലുത് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ വിശ്വസിക്കുക. കാരണം നിങ്ങളെ മറക്കുന്ന ഒരു ദൈവത്തെ അല്ല. പലരും മനുഷ്യർ നമ്മളെ മറക്കും. നമ്മളെ മറക്കാത്ത ഒരു ദൈവമുണ്ട്. എനിക്കൊരു മനുഷ്യനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഈ മംഗോഫിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയാം. പ്രാണ കൊണ്ട് 60 ദിനാർ ഇവിടെ വന്നു. ഇവിടുത്തെ സേഫ്റ്റി ഓഫീസറായി. സത്യമായി ഞാൻ പറയുന്നത്, ഈ മംഗോഫ് ഞാൻ താമസിക്കുന്ന അവിടെ സഫയുടെ അവിടുത്തെ ആ ഗ്രൗണ്ടിൽ ആ പ്രാണവയെ കിടന്ന മനുഷ്യൻ ഉറങ്ങുന്നത്. കാര്യം എന്താ അറിയാം? കുടുംബത്തിൽ സമാധാനമില്ല. പുള്ളി പ്രാകുക. പുള്ളി മാത്രമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളൂ. എനിക്കറിയാം മനുഷ്യനെ. ഞാൻ സാധനം മേടിച്ചോണ്ട് അങ്ങോട്ട് പോകുമ്പോൾ പ്രാണവയിൽ കിടന്ന് രാത്രി ഗ്രൗണ്ടിൽ കിടന്ന് ഉറങ്ങുമോ. ഞാൻ ചോദിച്ചു, എന്താ അച്ഛാ ഇവിടെ കിടന്ന് ഉറങ്ങുന്നേ? എന്നോട് പറയാം, എനിക്ക് കയറ്, നമുക്ക് ഇച്ചിരി വർത്താൻ. ഞാൻ പറയും, അച്ഛാ എനിക്ക് പോകണം, കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ഉണ്ട്. ഇല്ല, ഇച്ചിരി നമുക്ക് വർത്താൻ. ഞാൻ ചെയ്ത് എന്താ മോനെ, കുടുംബത്തിൽ സമാധാനമില്ലെന്ന്. രക്ഷിക്കപ്പെട്ട വിശ്വാസിയ ഭാര്യ വേറൊരു ബാക്ക്ഗ്രൗണ്ടിൽ വളർന്ന ആളാ. പുള്ളിക്കാരൻ പേടിയാ ബെഡ്റൂമിൽ കിടക്കാൻ. ഭാര്യ കത്തി വെച്ച് കുത്തി കൊല്ലുമെന്നുള്ള പേടിയാ. ഒരു ദിവസം ഞാൻ കണ്ടു കയ്യിലൊരു പ്ലാസ്റ്റർ ഇട്ടോണ്ട് ആ ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. ഞാൻ ചോദിച്ചു, ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ചു, അച്ഛാ എന്താ കാര്യം? ഇന്നലെ അവള് പ്ലാസ്റ്റിക് കസേര ഇട്ട് കൈക്ക് അടിച്ചതാണ്. നമ്മളൊക്കെ എന്ത് ഭാഗ്യവാന്മാരാ. നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ട്. നമ്മുടെ ജോലി മേഖലയിലുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ സഹിച്ച് നമ്മുടെ കുടുംബത്തിൽ വരുമ്പോ സമാധാനം ഇല്ലെങ്കിലുണ്ടല്ലോ, ഒരു മനുഷ്യൻ തകർന്നു പോകും. അവസാനം ഞാൻ കേൾക്കുവാൻ ഇടയായി, ആ അമ്മാമ്മയുടെ ഒരു ദിവസം അമ്മാമ്മയുടെ വിസ തീർന്നു. അമ്മാമ്മ ജോലിക്ക് പോയപ്പോ ഈ അച്ഛൻ തന്നെ ഫോൺ ചെയ്ത് പോലീസിനെ വിളിച്ചു കയറ്റി വിട്ടു. എപ്പോഴും ഞാൻ ഒത്തിരി നാളായി കണ്ടിട്ട് ഇവിടെ ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഏത് ദൈവദാസം വന്നാലും എന്നെ വിളിക്കണേ. ഞാൻ പറഞ്ഞു, വീട്ടിലോട്ട് കൊണ്ടുവരണ്ടേ? അയ്യോ, എന്റെ പൊന്നിരിച്ചവരുടെ വീട്ടിൽ കൊണ്ടുവരരുത്, അവൾ ആ പാസ്റ്ററിനെ അടിക്കുമെന്ന്. ഒരു ദിവസം എന്നെ കയറി താമസം വിളിച്ചു. ഭയങ്കര ജോലിയാ ഇവിടെ. എന്നെ കയറി താമസത്തിന് വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പക്ഷേ മോനെ, എന്റെ വീടിന്റെ കയറി താമസം 1.5 കോടിയുടെ വീട് പണിത് ഭാര്യ അറിയിച്ചിട്ടില്ല. 1.5 കോടിയുടെ വീട് പുള്ളി നാട്ടിൽ പറഞ്ഞിട്ട് പുള്ളി ഭാര്യ അറിയിച്ചിട്ടില്ല. അവസാനം ഡിവോഴ്സായി.
അവള് പറഞ്ഞു ആ 1.5 കോടിയുടെ വീട് എനിക്ക് തരാമെങ്കിൽ ഞാൻ ഒപ്പിട്ട് തരാം. അവൾക്ക് ആ 1.5 കോടിയുടെ വീട് കൊടുത്തു. പുള്ളി പറഞ്ഞു മോനെ അതൊന്നും കൊടുത്തതിൽ എനിക്ക് വിഷമമില്ല, എന്നെ പട്ടിണി കിടന്ന് എന്റെ അമ്മ വളർത്തിയതാ, വീട്ടിൽ ജോലി ചെയ്ത് എന്നെ വളർത്തിയതാ. ഞാൻ ഈ ഗൾഫിൽ വന്നു. പുള്ളി KNPC ജോലിക്ക് ഫോണൊക്കെ ഇവിടെ വെച്ചിട്ട് പോയി ഷട്ട് ഡൗണാ, ഒരു ദിവസം കഴിഞ്ഞ് ജോലിക്ക് വരത്തുള്ളൂ. വീട്ടിൽ ഫോൺ വന്നു, പുള്ളിയുടെ മാതാവ് മരിച്ചുപോയി. ഈ ഭാര്യ ഈ അച്ഛനെ അറിയിച്ചില്ല. പുള്ളി ജോലി ചെയ്ത് തിരിച്ചു വന്ന അമ്മയുടെ സുഖവിവരം അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാ. വിളിച്ചപ്പം പറഞ്ഞ് ശവോടക്ക് കഴിഞ്ഞ ഇന്നലെ. പുള്ളി അവിടെ നിന്ന് നിലവിളിച്ചു. പുള്ളി ഇറങ്ങി ഓടി അവിടുന്ന്. അതുപോലെ സ്നേഹിച്ച പുള്ളിയുടെ അമ്മ. ഞാൻ കേട്ടിട്ട് എനിക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു അച്ഛൻ എന്താ അറിയിക്കാതെ? ഞാൻ നാട്ടിൽ പോകുന്നു പറഞ്ഞുകൊണ്ട് അവൾ അറിയിച്ചില്ല. സമാധാനമില്ലാതെ ആൾക്കാര് നെട്ടോട്ടം ഓടുക. നമ്മുടെ കുടുംബത്തിൽ സമാധാനം വന്നില്ലേ? ഇതൊക്കെ ഈ ദൈവത്തെ അറിഞ്ഞതുകൊണ്ടാണ് പ്രിയരെ. അതാ ഈ ലോകം. നിങ്ങൾ ഈ പല കാണുന്നവരൊക്കെ ചിരിച്ചു കളിച്ചോണ്ട് നടക്കും. അവരുടെ ഹൃദയത്തിൽ വേദനകൾ എന്തെന്നൊക്കെ എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല കേട്ടോ. നമ്മുടെ കുടുംബത്തിൽ സമാധാനം വന്ന് നമ്മളെല്ലാം ഈ ദൈവത്തെ കണ്ടുമുട്ടിയത് തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ജീവിതത്തിൽ നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചോണം. സ്തുതിക്കുമ്പോഴും നന്മകൾ തരുമ്പോഴും ഈ നന്മകൾ തന്ന ദൈവത്തെ മറക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിന് സഹിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങളുടെ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തെ ദൈവം തന്നു, കുടുദാസിയെ തന്നു. അതാണ് എന്റെ അനുഗ്രഹം. നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്താലും അതിനുള്ള വിജയം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്താലും അതൊക്കെ വെറുതെ കേട്ടോ. എല്ലാവരും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പാടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവം ഒരുക്കിയിരിക്കുന്ന അവസരമാണ്. ആമേൻ. ഹൃദയം ആമേൻ ദൈവത്തിൽ സമർപ്പിച്ചു കൊടുക്കുകയാണ്. Pidavallo
വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിൽ കിടക്കുക. ആത്മാവിൽ സത്യത്തിന് ദൈവത്തെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, വലിയവനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കുന്ന വൻകൃപയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനം കൂടെ പാടി ഈ സന്ധ്യയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കും. ആത്മീയ പ്രബോധനം ഈ സന്ധ്യയിൽ ദൈവം നമുക്ക് നൽകണം. ആത്മാവിൽ പ്രബോധിപ്പിക്കുവാൻ ഏഴയാകുന്ന അടിയനോട് ദൈവം കരുണ തോന്നണം. ഈ സന്ധ്യയിലെ പ്രബോധനം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമെന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാവരും ദൈവത്തിലിരിക്കണം. എല്ലാവരും ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് ശ്രദ്ധയോടെ ദൈവത്തിലിരുന്നാൽ, പ്രാർത്ഥനയോടെ ദൈവത്തിലിരുന്നാൽ ഈ സന്ധ്യയിൽ ഈ പ്രബോധനത്തിനോടൊരു വിടുതൽ പ്രാപിച്ച് ദൈവത്തിന് മുൻപോട്ട് പോകുവാൻ സ്വർഗം നമ്മെ സഹായിക്കും. 16-ാം സങ്കീർത്തനം ദാവീദിന്റെ മനോഹരമായ ഒരു സങ്കീർത്തനം. ആമേൻ. നന്ദിയോടെ സ്തോത്രം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ എന്ന് ആരംഭിക്കുന്ന സങ്കീർത്തനം. ദൈവ സന്നിധിയിൽ ആയിരിക്കുന്ന ദാവീദ് ശരണമാക്കിയിരിക്കുന്നത് ആരെയാ? സർവശക്തനായ ദൈവത്തെ മാത്രം, തന്നെ വീണ്ടെടുത്ത ദൈവത്തെ മാത്രം. അവൻ തന്നെ അഭിഷേകം ചെയ്ത് ദൈവസന്നിധിയിൽ നിർത്തിയിരിക്കുന്ന ദൈവം മാത്രമാണ് തനിക്ക് ശരണം. ആ ദൈവത്തോട് പറയുക, ദൈവമേ എന്നെ കാത്തുകൊള്ളണം. സ്തോത്രം. കാരണം ദാവീദിന് അത്രമാത്രം ശത്രുക്കൾ ഉണ്ടായിരുന്നു. ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്ത് ദൈവസന്നിധിയിൽ നിർത്തിയപ്പോൾ അവൻ അഭിഷേകത്തിന്റെ നിറവിൽ ദാവീദിനെ ദൈവം എടുത്തുപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അനവധി ശത്രുക്കൾ ദാവീദിനെതിരെ എഴുന്നേറ്റു. അവന്റെ പ്രാണന് വിരോധമായി അനേകർ എഴുന്നേറ്റു. അതിന്റെ നടുവിൽ അവൻ തനിക്ക് ശരണമായിരിക്കുന്നവൻ തന്റെ ദൈവം മാത്രമായിരുന്നു. ആ ദൈവത്തോട് നിലവിളിച്ച് പറയുക, എന്നെ കാക്കുക എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. ഈ സന്ധ്യയിൽ ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ദൈവത്തിന്റെ സന്നിധി നിർത്തി, ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ നിറവിൽ നമ്മെ ദൈവം നിർത്തി, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധി മുൻപോട്ട് പോകുന്ന ദൈവം പൈതല്, നമുക്കെതിരെ അവ ശത്രുക്കൾ എഴുന്നേൽക്കട്ടെ, നമുക്കെതിരെ പ്രതികൂലങ്ങൾ വർദ്ധിക്കട്ടെ. എന്നാൽ നാം ശരണമായിരിക്കുന്ന ദൈവം സർവശക്തനാ. സന്തോഷമുണ്ട് ദൈവം. ആ കർത്താവിനോട് മാത്രമേ പറയാവൂ, എന്നെ കാത്തുകൊള്ളണം. സ്തോത്രം. പലപ്പോഴും കർത്താവിനെ ശരണം ആക്കും. ആമേൻ. പക്ഷെ അപേക്ഷയൊക്കെ ആരോടാ? സ്തോത്രം. മനുഷ്യരോടാകരുതേ, ഈ ലോകത്തിലുള്ള നേതാക്കന്മാരോടാകരുതേ. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഒരു മനുഷ്യരോടും ആകരുത്. ഞാൻ ശരണമാക്കിയിരിക്കുന്ന എന്റെ ശരണമായിരിക്കുന്ന ദൈവം, സകലത്തിന്റെ അധിപനായിരിക്കുന്ന ദൈവം, സകലത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ദൈവം, സകലത്തിന്റെ ഉടയവനായ ദൈവം, എന്നെ സൃഷ്ടിച്ച ദൈവം, എന്നെ തിരഞ്ഞെടുത്ത ദൈവം, എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പ് എന്നെ കണ്ട ദൈവം, ആ കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ചു ദൈവത്തിന്റെ പൈതലാക്കി തീർത്തെങ്കിൽ എന്നെ വീണ്ടെടുത്ത എന്റെ ദൈവം മാത്രമാണ് എന്റെ ശരണം. ആ ദൈവത്തോടാണ് പറയുന്നത്, എന്നെ കാത്തുകൊള്ളണം, എന്നെ കാത്തുകൊള്ളണമേ. ഇന്ന് സന്ധ്യയിൽ നമുക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ? ദാവീദ് വിശ്വാസത്തോടെ ദൈവസന്നിധി പറഞ്ഞതുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള വഴിയിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ട് മുൻപോട്ട് പോകുവാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിടെ വന്നിരിക്കുന്ന ദൈവവൈദ്യുതി നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ കണ്ടുകൊണ്ട് അവൻ പതറി നിൽക്കാനല്ല കർത്താവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെ അവൻ മാറ്റുവാൻ ശക്തിയുള്ള ദൈവത്തില നീ ശരണം പ്രാപിക്കുന്നെങ്കിൽ ആ ദൈവത്തോട് വിളിച്ച
വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ദൈവത്തോട് പറയുക, എന്നെ കാക്കുവാൻ എന്റെ കർത്താവ് മാത്രമേ ഉള്ളൂ. എന്റെ ദൈവമേ, എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമെന്ന് ഇന്ന് രാത്രി ആരും നിലവിളിക്കുന്നു, അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. 16-ാം സങ്കീർത്തനം Psalm 16:8 ഒന്ന് വായിക്കാം. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കും. അവൻ എന്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. ദൈവത്തിൽ ശരണം പ്രാപിച്ച ദാവീദ് എന്നെ കാത്തുകൊള്ളണമേ എന്ന ദൈവസനെ നിലവിളിച്ച് തുടങ്ങിയ സങ്കീർത്തനത്തിൽ അതിന്റെ 8-ാം ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ദൈവസനെ വ്യക്തമായി പറയുക, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. സ്തോത്രം. ആമേൻ. ശരണമായിരിക്കുന്ന ദൈവം മാത്രമാണ് ദാവീദിന്റെ മുമ്പിൽ. സ്തോത്രം, സ്തോത്രം. ആമേൻ. ദാവീദിന്റെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ വെക്കാം. സ്തോത്രം. കാരണം ആമേൻ രാജ്യത്തിന്റെ രാജാവായി ആമേൻ ദൈവസന്നിധി നിൽക്കുമ്പോൾ ആമേൻ പല കാര്യങ്ങൾ തന്റെ മുമ്പിലുണ്ട്. ആമേൻ ആമേൻ വളരെ പ്രാധാന്യമുള്ള പല കാര്യങ്ങൾ തന്റെ മുമ്പിൽ വെക്കാം. പക്ഷേ അതുകൊണ്ടൊന്നും തന്റെ ജീവിതത്തിൽ ആമേൻ വിടുതൽ നടക്കത്തില്ലെന്നുള്ള വ്യക്തമായ ബോധ്യം ആർക്കുണ്ട്? ദാവീദിനുണ്ട്. ദാവീദിന് ഒരോരപ്പുണ്ട്. എന്നെ കാക്കുന്ന ദൈവം, ഞാൻ ശരണമായിരിക്കുന്ന ദൈവത്തിന് എന്റെ പ്രശ്നത്തിൽ അവനെ വിടുവിക്കാൻ കഴിയത്തുള്ളൂ. ആ ദൈവം മാത്രമാണ് എന്റെ മുമ്പിൽ. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതല്, നമ്മുടെ മുമ്പിൽ നമ്മൾ ആരെയാ വെച്ചിരിക്കുന്നത്? ദൈവത്തെ മാത്രമാണ്. സ്തോത്രം. ഇവിടെ പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും. ചിലർക്ക് വെള്ളിയാഴ്ച മാത്രമാണ്, ചിലർക്ക് ബുധനാഴ്ച മാത്രമാണ്. സ്തോത്രം. അതെപ്പോഴും ആകുമോ? ആകത്തില്ല. ആമേ. സ്തോത്രം, സ്തോത്രം. ആമേ. ഒരു ദിവസം ആമേ 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂർ, ഓരോ ദിവസത്തില് 24 മണിക്കൂറിലും ആമേൻ നമുക്ക് മുമ്പിൽ വെക്കുവാൻ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. ആമേൻ. വല്ലപ്പോഴും കർത്താവിനെ കൊണ്ട് മുൻപിൽ വെച്ചിട്ട് ദൈവമേ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിന് പ്രവർത്തിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ കാരണം എപ്പോഴും ആരെല്ലാം തന്റെ കൂടെ ഉണ്ടെങ്കിലും, എത്ര ശക്തന്മാരായ ഭടന്മാർ അവർ തന്റെ കൂടെ ഉണ്ടെങ്കിലും, എത്ര ശക്തന്മാരായ മന്ത്രിമാർ തന്റെ കൂടെ ഉണ്ടെങ്കിലും, തനിക്ക് ഉപദേശം നൽകുക എത്ര ബുദ്ധിമതികളായവർ ഉണ്ടെങ്കിലും, അവൻ ഓരോ ഉറപ്പ് ദാവീദിനുണ്ട്. ആരെല്ലാം എന്റെ കൂടെ ഉണ്ടെങ്കിലും എന്റെ മുമ്പിൽ എപ്പോഴും എന്റെ ദൈവം ഉണ്ടായിരിക്കണം. എന്റെ ദൈവം എന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ കടന്നു പോകുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ എനിക്കൊരു വിടുതലുണ്ടെന്ന ഉറച്ച വിശ്വാസം ദാവീദിനുണ്ടായിരുന്നു. സ്തോത്രം. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കും. അവൻ എന്റെ വലത്തുഭാഗത്ത് ഉള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. ആമേ. മുമ്പിൽ ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എവിടെ ഉണ്ട്? വലത്തുഭാഗത്തുണ്ട്. എപ്പോഴാ? കുലുങ്ങിപ്പോകേണ്ട പ്രശ്നങ്ങളുടെ നടുവിൽ ആ കർത്താവ് വലത്തുഭാഗത്ത് വരും. നീ കുലുങ്ങാതിരിക്കുവാൻ, നീ കുലുങ്ങി താഴെ പോകാതിരിക്കാൻ. നീ കുലുക്കുന്നത് എന്തിനാ? താഴെ വീഴാനാ, താഴെ ഇടാനാ. കണ്ടിട്ടില്ലേ? ആമേ. നാട്ടിൽ ആമേ നല്ല ചാമ്പയ്ക്ക മരം കണ്ടിട്ടുണ്ടോ? നിറയെ ചാമ്പയ്ക്കായിരിക്കും. കുലുക്കിയിടാൻ നല്ല വശമാണ്. താഴെ നിന്നൊരു കുലുക്കിയാൽ പഴുത്തതെല്ലാം താഴെ വീഴും. അപ്പൊ കുലുക്കുന്നതിന്റെ ഉദ്ദേശം എന്തോ? എല്ലാവരും സന്തോഷത്തോടാണോ? പ്രാർത്ഥനയോടാണോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? ആമീൻ. അതിന്റെ മൂട്ടിൽ നിന്ന് നല്ലൊരു കുലുക്കിയാൽ ആമീൻ പഴുത്തു നിൽക്കുന്നതെല്ലാം താഴെ വീഴും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമീൻ. സ്തോത്രം. പിശാചിന്റെ ലക്ഷ്യം ഇത് തന്നെ. ദൈവ പൈതലിനെ കുലുക്കുക പിശാചിന്റെ ലക്ഷ്യം. എന്തിനാ? ഇവൻ പഴുത്തിട്ട് താഴെ വീഴും. സ്തോത്രം, സ്തോത്രം. ആത്മീയ പഴുപ്പ് ജീവിതത്തിൽ സംഭവിച്ചാൽ പിശാചൊന്ന് കുലുക്കിയാൽ താഴെ പോകും. സ്തോത്രം. സന്തോഷമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ആത്മാവിലെ പ്രബോധനം ഇന്ന് രാത്രി ദൈവമൈതല് നിന്നെ
നിന്റെ ആത്മീയ ജീവിതത്തിന് പരാജയം സംഭവിച്ചാൽ, ആത്മീയ പരാജയം ജീവിതത്തിൽ സംഭവിച്ചാൽ, അവൻ ആത്മീയമായി അവൻ പഴുപ്പ് ജീവിതത്തിൽ കടന്നു വരും. അവൻ അധികം പഴുത്താൽ അവൻ പിശാചിനൊന്ന് തൊട്ടാ മതി, ഈ താര വീഴും. സ്വോത്രം സ്വോത്രം സ്വോത്രം. അവൻ പിശാചിന് അവൻ പലപ്പോഴും ദാവീദിന് ഇതിനു വേണ്ടി ശ്രമിച്ചു. എന്നാൽ ദാവീദ് അവൻ സ്വോത്രം ദൈവത്തെ മുൻപിൽ വെച്ചുകൊണ്ട് ദൈവസനി മുൻപോട്ട് പോയതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് ദാവീദ് അവന്റെ മുമ്പിൽ ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായി. എപ്പോഴും അവിടെയാ വിഷയം. എവിടെയാ? എപ്പോഴും എന്നുള്ള വിഷയം. സ്വോത്രം. വീട്ടിൽ ചെന്നിരിക്കുമ്പോ എങ്ങനെയാ? സ്വോത്രം. കർത്താവ് മുമ്പിലുണ്ടോ? ജോലി സ്ഥലത്ത് പോകുമ്പോ കർത്താവ് ഉണ്ടോ മുമ്പില്? യാത്ര ചെയ്യുമ്പോ കർത്താവ് മുമ്പിലുണ്ടോ? ആരാധനയൊക്കെ കഴിഞ്ഞ് ആമി സന്തോഷത്തോടെ ആത്മാവിൽ നിറവിൽ ദൈവത്തെ ആരാധിച്ച് ഹോള് വിട്ട് പോകുമ്പോ വണ്ടിക്കകത്ത് ആമി നമ്മുടെ കർത്താവ് നമ്മുടെ മുമ്പിലുണ്ടോ? ഞാൻ പറഞ്ഞതിന്റെ ആശയം മനസ്സിലായോ? നമ്മുടെ വാക്കുകൾ ആത്മീയമാണോ? നമ്മുടെ നോട്ടം ആത്മീയമാണോ? നമ്മുടെ ചിന്തകൾ ആത്മീയമാണോ? ദൈവത്തോടൊപ്പമാണോ എന്റെ യാത്ര? എന്റെ ഏതു സമയവും എന്റെ ദൈവത്തെ കുറിച്ചുള്ള ചിന്തയാണോ? എന്റെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ചുള്ള ചിന്തയാണോ? ഇന്ന് രാത്രി എന്നോട് ഇടപെട്ട ദൈവവചനം പിന്നെ എന്റെ ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ശക്തിയോടെ നിൽക്കും. സ്വോത്രം. പഴുപ്പ് കയറത്തില്ല. സ്വോത്രം. പഴുക്കാൻ ഇടവരികയില്ല. പച്ചയോടെ ഇരിക്കും. പച്ചയോടെ ഇരിക്കുന്നവൻ അനങ്ങത്തില്ല. എത്ര കുലുക്കിയാലോ പച്ചയോടെ ഇരിക്കുന്നവൻ അവിടെ ആയിരിക്കും. പഴുത്തവനൊക്കെ വീഴാൻ തുടങ്ങും. ഇന്ന് സന്ധ്യയ്ക്ക് അവൻ നിന്നെ കുലുക്കാൻ, നിന്റെ ഭവനത്തെ കുലുക്കാൻ, നിന്റെ തലമുറയെ കുലുക്കാൻ പിശാച് നോക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്ന ഒരൊറ്റ കാര്യം, അവൻ നീ ആരെ മുമ്പിൽ വെക്കണ്ട. നിന്റെ വീട്ടുകാരെ കൊണ്ട് മുൻപിൽ വെക്കണ്ട. നിന്റെ വിഷയത്തെ കൊണ്ട് മുൻപിൽ വെക്കണ്ട. നിന്റെ വേദന കൊണ്ട് മുൻപിൽ വെക്കണ്ട. നിന്റെ ഭാരം കൊണ്ട് മുൻപിൽ വെക്കണ്ട. നിന്റെ പ്രതികൂലം കൊണ്ട് മുൻപിൽ വെക്കണ്ട. അവൻ എന്നെ വിടുവിക്കുന്ന എന്റെ ദൈവം, ആ ദൈവത്തിന്റെ വചനം നിന്റെ മുമ്പിൽ വെക്ക. ആ ദൈവത്തിന് നിന്റെ മുമ്പിൽ ഇരിക്കും. അത് നിന്റെ മുമ്പിൽ നടക്കട്ടെ. ആ കർത്താവ് നിന്റെ വലത്തുഭാഗത്ത്, ആ കർത്താവ് നിന്റെ വലത്തുഭാഗത്ത് വരുമ്പോൾ അവൻ നീ കുലുങ്ങിപ്പോകാൻ സ്വർഗം അനുവദിക്കത്തില്ല. കുലുങ്ങിപ്പോകാൻ എല്ലാവരും പ്രാർത്ഥനയോടെ, എല്ലാവരും സന്തോഷത്തോടെ ദൈവത്തെ ബന്ധപ്പെടുത്താൻ അവൻ വിശ്വാസത്തോടെ പറ, ഞാൻ കുലുങ്ങുക, എന്റെ ദൈവം അനുവദിക്കുന്നില്ല. എന്റെ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ ഞാൻ വെക്കും. അവൻ എന്റെ കർത്താവിന്റെ വലത്ത് ഭാഗത്തുണ്ട്. ദാവീദിനോട് ചേർന്ന് പറയാൻ കഴിയുമോ? ദാവീദിനോട് ചേർന്ന് പറയാൻ കഴിയുമോ? എന്റെ കർത്താവിനെ ഞാൻ എപ്പോഴും എന്റെ മുമ്പിൽ വെക്കും. അതുകൊണ്ട് എന്റെ കർത്താവിന്റെ വലത്ത് ഭാഗത്ത്, അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല. അവൻ ജോലി മേഖലയിലുള്ള പ്രശ്നമാണോ? ഭവനത്തിനകത്തെ പ്രശ്നമാണോ? നിന്നെ കുലുക്കുന്നത് ഏത് പ്രശ്നമാണോ? രോഗത്തിന്റെ പ്രശ്നമാണോ? അവൻ മാനസിക വേദനയാണോ? എന്തുമായിക്കൊണ്ട് നീ കുലുങ്ങാൻ സ്വർഗം അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് 121 സങ്കീർത്തനം 5-ാം വാക്യം വായിച്ച് നമ്മുടെ വലത്ത് ഭാഗത്തുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പരിപാലകനായ നമ്മുടെ കർത്താവാ. ആണോ? സ്വോത്രം. യഹോവ നിന്റെ എന്റെ അവൻ പരിപാലകൻ. ആമേൻ. ഹല്ലേലൂയ. യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. സ്വോത്രം. സ്വോത്രം. ആരാ നമ്മുടെ പരിപാലകൻ? കർത്താവാണോ? കർത്താവ് പരിപാലകനായി നിൽക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ കർത്താവ് മാത്രമായിരിക്കും. കർത്താവിന്റെ വചനമായിരിക്കും. ദൈവത്തിന്റെ ആലോചനയായിരിക്കും. പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ മുമ്പിൽ. ആരാധനയായിരിക്കണം നമ്മുടെ മുമ്പിൽ. സഭായോഗമായിരിക്കണം നമ്മുടെ മുമ്പിൽ. കൂട്ടായ്മയായിരിക്കണം നമ്മുടെ മുൻപിൽ. ആത്മീയ കൂട്ടായ്മയായിരിക്കണം നമ്മുടെ മുൻപിൽ. വിശുദ്ധ ജീവിതമായിരിക്കണം മുൻപിൽ. വചനപ്രകാരമുള്ള ദൈവത്തിന്റെ കൽപ്പനകളായിരിക്കണം നമ്മുടെ മുൻപിൽ. അവൻ ഇങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവേദന വചനപ്രകാരം ദൈവത്തെ മുൻപിൽ നിർത്തിക്കൊണ്ട് സ്വോത്രം. അല്ലാതെ ഈ ലോകത്തിന്റെ സുഖങ്ങളാകരുതോ നമ്മുടെ മുൻപിൽ. നിന്റെ ചിന്ത മുഴുവൻ വീടിനെ കുറിച്ചാകരുതോ, വണ്ടിയെ കുറിച്ചാകരുതോ. സ്വോത്രം. മനസ്സിലായില്ലേ? സ്വോത്രം. സ്വോത്രം. പലർക്കും ആരാധിക്കാൻ കഴിയുന്നില്ല, പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? അവൻ എന്റെ വീട് എങ്ങനെ തീരും? സ്വോത്രം. അവൻ എങ്ങനെ ലോൺ എടുക്കുമെന്ന് ചിന്തിച്ചോണ്ടിരിക്കുക. സ്വോത്രം.
കർത്താവിനെ നിന്റെ മുമ്പിൽ വെക്ക്. ആത്മീയ കൂട്ടായ്മയ്ക്ക് പ്രാധാന്യം കൊടുക്ക. ആത്മീയ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്ക. ദൈവവചന ധ്യാനത്തിന് പ്രാധാന്യം കൊടുക്ക. പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്ക. ഇതിൽ നിൽക്കാൻ കഴിയുന്നുണ്ടോ? ദൈവസഭയെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് ചോദിക്കുക. കർത്താവാണ് നിന്റെ മുമ്പിൽ. നീ ദൈവത്തിന്റെ സഭയെ പരമാർത്ഥതയോട് പരമാർത്ഥ ഹൃദയത്തോട് സ്നേഹിക്കുന്നുണ്ടോ? സ്വോത്രം. കർത്താവാ നിന്റെ മുമ്പിൽ. ആരെയും നോക്കത്തില്ല, ആരുടെയും വാക്കുകൾ ശ്രദ്ധിക്കത്തില്ല, ആരിലും ആശ്രയിക്കത്തില്ല. എനിക്ക് അങ്ങനെ ആകാൻ പറ്റിയില്ലെന്ന് ചിന്തിക്കത്തില്ല, എനിക്ക് ഇങ്ങനെയാകാൻ പറ്റിയെന്ന് ചിന്തിക്കത്തില്ല, എനിക്ക് എന്റെ ഹാലലി അത് അവന് കിട്ടിയെന്ന് അവന് കിട്ടിയില്ലെന്ന് ചിന്തിക്കത്തില്ല. ഒറ്റ ചിന്ത മാത്രം, എങ്ങനെ എന്റെ ദൈവത്തെ ഒന്ന് ഉയർത്താൻ കഴിയും, എങ്ങനെ എന്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയും, എന്റെ വാക്കിലൂടെ എന്റെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ കഴിയുമോ? കർത്താവ് നിന്റെ മുമ്പിലുണ്ടെങ്കിൽ നിന്നിലൂടെ ദൈവനാമ മഹത്വം എടുക്കും. അവന്റെ തലമുറയിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ച് ദൈവസന്നിധി നിർത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ നാമ മഹത്വത്തിനാണ്. കർത്താവ് നിന്റെ മുമ്പിലുണ്ടെങ്കിൽ ദൈവനാമം നമ്മളിലൂടെ മഹത്വം. ആ കർത്താവിന്റെ വലത്ത് ഭാഗത്ത് ആ കർത്താവ് എനിക്ക് പരിപാലകൻ. എന്നെ പരിപാലിക്കാൻ ആരുണ്ട്? ആരുമില്ലെങ്കിലും ആരുണ്ട്? സ്വോത്രം. നമ്മുടെ സങ്കടം എന്തുവാ? അവൻ രോഗം വരുമ്പോ, വേദന വരുമ്പോ, അവൻ അസ്ഥികൾക്ക് ഭാരം കൂടുമ്പോ, അസ്ഥികൾ അവൻ വേദന കൊണ്ട് അവൻ പുളയുമ്പോ, അവൻ സ്വോത്രം അവൻ നമ്മെ പരിപാലിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? നമ്മൾ വിചാരിക്കും എന്റെ അമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു, എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു ഒക്കെ അവൻ നമ്മൾ പലപ്പോഴും ചിന്തിക്കത്തില്ലേ? എന്റെ ഭർത്താവിന്റെ കൂടെ ഉണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു, എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു, എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു. ആദ്യമേ ഈ ചിന്തയൊന്ന് മാറ്റി നിർത്തിയിട്ട് അവൻ നിന്റെ മുമ്പിൽ കർത്താവ് മാത്രമേ ഉള്ളെങ്കിൽ നിന്റെ പരിപാലിപ്പാൻ അവൻ മയങ്ങാതെ ഉറങ്ങാതെ നിന്റെ പരിപാലിപ്പാൻ ഇസ്രായേലിന്റെ ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതല് ആ ദൈവത്തിന്റെ വലത്തുഭാഗത്തുണ്ടെങ്കിൽ അവൻ നിനക്ക് തണലായി നിൽക്കും. മരുഭൂമിയുടെ അവൻ ചൂടിന്റെ കാഠിന്യം നിന്നെ യേശുവ സ്വർഗം അനുവദിക്കത്തില്ല. സ്വോത്രം. സ്വോത്രം. സന്തോഷമുണ്ടോ? മരുഭൂമിയുടെ ചൂടെന്ന് പറഞ്ഞാൽ താഴെ പോകുന്ന ചൂട് അത് അനുഭവിക്കുന്നവരാണ് നമ്മള്. സ്വോത്രം. സ്വോത്രം. അവിടെ ഒരു തണലെന്ന് പറഞ്ഞാൽ എന്തൊരു ആശ്വാസമാണ്. ശരിയല്ലേ? ഒരു തണലെന്ന് പറഞ്ഞാൽ ഒരു ആശ്വാസമാണ്. മരുഭൂമി പോലെ ഇളകി മറിയുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ സ്വർഗം മാത്രമേ ഉള്ളൂ തണൽ. ആ കർത്താവ് എനിക്ക് പരിപാലനം. ആകെ സ്വോത്ര. സന്തോഷമുണ്ട്. എന്റെ ദൈവമാണ് എനിക്ക് പരിപാലനം. എന്റെ ദൈവം എനിക്ക് പരിപാലനമായി നിൽക്കണമെങ്കിൽ ഞാൻ എന്റെ കർത്താവിനെ എന്റെ മുമ്പിൽ വെക്കാം. ഞാൻ എന്റെ കർത്താവിനെ എന്റെ മുമ്പിൽ വെച്ച അവൻ ദൈവിക വിടുതൽ പ്രാപിപ്പാനിടയാകും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ അവൻ നന്ദിയോടെ സ്തോത്രം അവൻ പത്രോസ് ദൈവവചനം സംസാരിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം 2-ാം അധ്യായം അവൻ 28 മുതൽ 28 വരെയുള്ള വാക്യം ഒന്ന് വായിക്കാം. ആമേൻ ചാപ്റ്റർ 2 വേഴ്സ് 25 to 28. അവൻ ആത്മാവിൽ നിറഞ്ഞ് അവൻ ദൈവത്തിന്റെ വചനം ഘോഷിക്കുമ്പോൾ ഇസ്രായേൽ പുരുഷന്മാരോട് ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തോട് ബന്ധത്തിൽ അവിടെ വ്യക്തമായി പറയുക. ഞാൻ ദാവീദ് പറഞ്ഞ വാക്യം അവിടെ എടുത്തു പറയുക. എന്തോ പറയുന്നത്? ഞാൻ കർത്താവിനെ വായിച്ചോ സഹോദരി? ഹല്ലേലൂയ. കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. അവൻ എന്റെ വലത്തു ഭാഗത്തിരിക്കുക, ഞാൻ കുലുങ്ങി പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കുമെന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. സ്വോത്രം. സ്വോത്രം.
കർത്താവ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ മുമ്പിലുണ്ട്. രാത്രി സന്തോഷമുണ്ടോ ദൈവമേ? നീ ക്യാമ്പിൽ ചെന്ന് നിന്റെ റൂമിലായിരിക്കുമ്പോ, നിന്റെ കൂട്ടുകാരോടൊപ്പം ആയിരിക്കുമ്പോ, നിന്റെ ജോലി സ്ഥലത്ത് നീ ചെന്ന് അവൻ നിന്റെ കൂട്ടുകാരോടൊപ്പം ആയിരിക്കുമ്പോ, നീ ഭവനത്തിലായിരിക്കുമ്പോഴും, നിന്റെ വീട്ടുകാരോടൊപ്പം ആയിരിക്കുമ്പോഴും, നിന്റെ നാട്ടുകാരോടൊപ്പം ആയിരിക്കുമ്പോഴും, ആത്മീയ ജീവിതത്തിൽ അവൻ ഒറ്റ ചിന്ത മാത്രമേ, ഒറ്റ തീരുമാനം മാത്രമേ ഉണ്ടാവൂ. ആരും എന്റെ കൂടെ ഇല്ലെങ്കിലും എന്റെ കർത്താവാണ് എന്റെ മുമ്പിൽ. സ്വത്രം. അല്ലാതെ കൂട്ടുകാരൻ പറയുന്നതനുസരിച്ച് പോകെ. സ്വത്രം. സ്വത്രം. ഭൂമിയിരിക്കുന്ന പറയും ഇന്നൊന്നും ആരാധനയ്ക്കൊന്നും പോണ്ടാണെന്ന് പറഞ്ഞാൽ നല്ല ശതമാനം ബന്ധുക്കോസുകാരും കട്ടിലേക്കുണ്ടോ? സ്വത്രം. അവൻ ഉറങ്ങിയാൽ അവന് വരൂ, മറ്റവൻ വരൂ? ഇല്ല. ഇവൻ നിമിത്തം വരേണ്ടവനാ മറ്റവൻ. സ്വത്രം. ഇന്ന് പലരും പിടികിടക്കുക. കാരണം കർത്താവ് മുമ്പിലില്ല. മുമ്പിൽ പല പ്രശ്നങ്ങളാണ്. സ്വത്രം. സ്വത്രം. എങ്ങനെ ശമ്പളം കൂടും, എങ്ങനെ ഓട്ടം കിട്ടണം? സ്വത്രം. സന്തോഷത്തോടാണ് അവൻ. എങ്ങനെ എന്റെ നന്മ വർദ്ധിക്കണം, എങ്ങനെ ആമ നാട്ടുകാരുടെ നടുവിൽ എന്റെ സ്ഥിതി ഒന്ന് മാറണം. സ്വത്രം. സ്വത്രം. ആര്? കർത്താവ് മുമ്പിലില്ല. കർത്താവ് മുമ്പിലുള്ളവന്റെ പുറകെ ഇതൊക്കെ വരേണ്ടതാണ്. സ്വത്രം. കർത്താവ് മുമ്പിലുള്ളവന്റെ പുറകെ വരേണ്ട കാര്യത്തെ കുറിച്ച് മുമ്പിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ എന്റെ പുറകെ വരേണ്ടത്, എന്റെ കർത്താവ് എനിക്ക് ഒരുക്കി വെച്ച നന്മ എന്റെ പുറകെ വന്നുകൊണ്ടിരിക്കും, എന്റെ പുറകെ വന്നുകൊണ്ടിരിക്കും. എന്റെ ജീവിതത്തിന്റെ അന്ത്യം വരെ, എന്റെ കർത്താവിന്റെ വരവ്, എന്റെ യേശുവിനെ മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട്, എന്റെ യേശുവിനെ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട്, എന്റെ ദൈവത്തിന്റെ വചനം അവൻ മുൻപിൽ വെച്ചുകൊണ്ട് ആ വചനപ്രകാരം ഞാൻ മുൻപോട്ട് പോയാ എന്റെ പുറകെ വരേണ്ട നന്മ എന്റെ പുറകിൽ വരും. സ്വത്രം. സ്വത്രം. അതുകൊണ്ട് പത്രോസ് അവിടെ വ്യക്തമായി പറയുന്നത്, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കും. അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കാൻ. സ്വത്രം. പലരും കുലുങ്ങി കിടക്കുക. കുലുങ്ങി പോകാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ കർത്താവിനെ മുമ്പിൽ വെച്ചിരിക്കുന്നവരുമാണ്. രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെട്ടവരെന്ന് പറയാൻ പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ദൈവസഭയോട് ചേർന്ന് കർത്താവിനെ മുമ്പിൽ വെച്ചിരിക്കുന്നവൻ കുലുങ്ങത്തില്ല. അവൻ കുലുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. രക്ഷിക്കപ്പെട്ടവനാകാം, സ്നാനപ്പെട്ടവനാകാം, കർത്താവിനെ മുമ്പിൽ നിർത്തേണ്ടവൻ ലോകത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ലോകത്തിന്റെ ഭൗതിക നന്മകളെ മുൻപിൽ നിർത്തിയാൽ അവന് കുലുക്കം സംഭവിക്കും. രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു, അവന് കുലുക്കം സംഭവിക്കും. അവൻ കുലുങ്ങി വീഴാനിടയാകും. പലരും വീണുപോയി. പലരും വീണ് എന്റെ കാര്യം പിടികിട്ടി. ഇന്ന് രാത്രി ദൈവസഭയോടും ദൈവമക്കളോടും എന്നോട് ദൈവത്തിന്റെ ആത്മാവിൽ ഈ സങ്കീർത്തനത്തോട് ഒന്നേ പറയാനുള്ളൂ. ഏത് പ്രശ്നമായിക്കോട്ടെ, ഏത് പ്രതികൂലമായിക്കോട്ടെ, എന്ത് വിഷയമായിക്കോട്ടെ, എന്റെ കർത്താവ് മാത്രമായി എന്റെ മുമ്പിൽ, എന്റെ യേശു മാത്രമായി എന്റെ മുമ്പിൽ ഞാൻ കുലുങ്ങി പോകത്തില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം എല്ലാവരുടെ ഹൃദയം ആണോ? ദൈവവചനത്തിൽ ഇരിക്കണല്ലേ എന്റെ ഹൃദയം. ഇത് കുലുങ്ങുക. സന്തോഷമുണ്ടോ? ഒരു കുലുക്കം വരട്ടെ. സന്തോഷമാണോ? എന്നാ കൂലായിരിക്കും. സ്വതം. ഒന്ന് അനങ്ങിയാ മതി. പലപ്പോഴും അനങ്ങി അവിടെ അങ്ങ് ഇരുന്ന് ചിരിക്കുകയായിരുന്നു. അല്ലല്ലോ, സന്തോഷങ്ങൾ നിറയായിരുന്നു. കുലുങ്ങിയാൽ എന്താ പ്രശ്നം? സന്തോഷം പോകും. സ്വതം. സ്വതം. കുലുങ്ങാത്തവനെ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. കുലുങ്ങാത്തവനെ ഹൃദയം കൊണ്ട് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രി ദൈവവൈദ്യരെ കർത്താവിനെ മുമ്പിൽ വെച്ചിരിക്കുന്നവൻ കുലുങ്ങാതെ ദൈവസന് നിൽക്കുന്നത് കൊണ്ട് അവന്റെ ഹൃദയം കൊണ്ട് സന്തോഷിക്കും. അവന്റെ ഹൃദയം കൊണ്ട് സന്തോഷിക്കുന്നവൻ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കും, സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തും, സന്തോഷത്തോടെ സ്തുതിക്കുന്നു. ഈ നിൽക്കുന്ന ഉപദേശി പോലും പറയുന്നുണ്ടോ, ദൈവമക്കളെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുക, എന്നിട്ട് പോലും സന്തോഷമില്ല. അതിന്റെ കാരണം എന്താണെന്ന് ഇന്ന് രാത്രി വചനത്തിലൂടെ ചിന്തിക്കുക. കർത്താവ് നിന്റെ മുമ്പിലുണ്ടെങ്കിൽ നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നീ കുലുങ്ങത്തില്ല. നീ കുലുങ്ങാതെ ഇരിക്കുന്നെങ്കിൽ സന്തോഷം കൊണ്ട്, നിന്റെ ഹൃദയ സന്തോഷം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. സ്വത്രം. സ്വത്രം. ഹൃദയം
ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു. നാവ് ആനന്ദിച്ചു. ഹൃദയം സന്തോഷിച്ച് നാവ് കൊണ്ട് ആനന്ദിച്ചാണോ? സ്വോത്രം സ്വോത്രം. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം, കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ദൈവമക്കള് എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം എന്താ? നിന്റെ ഹൃദയം കൊണ്ട് സന്തോഷിച്ച് നിന്റെ നാവ് കൊണ്ട് ദൈവസന്നിധിയിൽ ആനന്ദിക്കണം. സ്വോത്രം. ഇത് കർത്താവിന്റെ ജീവിതത്തിന്റെ അനുഭവമാണ്, യേശുവിന്റെ അനുഭവമാണെങ്കിൽ ആ അനുഭവം എനിക്കുണ്ടാകണം, നമുക്കുണ്ടാകണം. എന്റെ ഹൃദയം കൊണ്ട് അവൻ സന്തോഷിച്ച് എന്റെ നാവ് കൊണ്ട് ആനന്ദിക്കണം. എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. കർത്താവിനെ മുമ്പിൽ വെച്ചാൽ, കർത്താവിനെ മുമ്പിൽ നിർത്തിയാൽ സ്വന്തം കർത്താവ് വലത്തുഭാഗത്തുണ്ട്. കുലുങ്ങാൻ ദൈവം അനുവദിക്കത്തില്ല. കുലുങ്ങാത്തവർ സന്തോഷമുണ്ടോ? സ്വന്തം കുലുങ്ങാത്തവർ ഹൃദയം കൊണ്ട് സന്തോഷിക്കും, നാവ് കൊണ്ട് ആനന്ദിക്കും. ഭാവി ജഡത്തിൽ പ്രത്യാശയോടെ വസിക്കും. എന്തോ പ്രത്യാശ? സ്വന്തം എന്താ പ്രത്യാശ? കുലുങ്ങാതെ എന്നെ നിർത്തുന്ന എന്റെ കർത്താവ്, എന്റെ കർത്താവിനെ എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതുകൊണ്ട്, കുലുങ്ങാതെ എന്റെ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നതുകൊണ്ട്, ഹൃദയം കൊണ്ട് സന്തോഷിച്ച് നാവ് കൊണ്ട് ദൈവത്തെ ആനന്ദിച്ച് ആത്മാവിൽ പാരി ദൈവസന്നിധിയിൽ നിൽക്കുന്നത് കൊണ്ട് എന്റെ പ്രാണപ്രിയന്റെ വരവടുത്തിരിക്കുന്നു, എന്റെ യേശുവിന്റെ വരവടുത്തിരിക്കുന്നു. ആ കാഹളത്തിന്റെ ധ്വനി, ആ കാഹള ശബ്ദം എന്റെ കാതിൽ കേൾക്കുമെന്നുള്ള പ്രത്യാശ ഈ ജഡത്തിൽ നമുക്കുണ്ടോ? പ്രത്യാശയുള്ളവരായിരിക്കണം, പ്രത്യാശയുള്ളവരായിരിക്കണം. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ യേശുവിന്റെ മരണം. ഇത് രണ്ടും എപ്പോഴാണ്? ആർക്കും അറിയാം. ജഡത്തിൽ ഒരു പ്രത്യാശ ഉണ്ടായി. പ്രത്യാശയുള്ളവൻ അവൻ ദൈവത്തെ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്തുതിക്കും. സ്വോത്രം. ഈ മൂന്ന് കാര്യം ജീവിതത്തിൽ നടക്കണമെങ്കിൽ കർത്താവിനെ മുമ്പിൽ മാത്രം വെച്ച് ദൈവസന്നിധി മുമ്പോട്ട് പോയാലേ മുമ്പോട്ട് കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഈ ആത്മീയ പ്രബോധനത്തിലൂടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, പ്രതികൂലം വർദ്ധിക്കും, പ്രതിസന്ധി വർദ്ധിക്കും. കർത്താവിനെ മാത്രം മുൻപിൽ വെക്ക്. സ്വന്തം കർത്താവിനെ മുൻപിൽ വെക്ക്. കർത്താവിനെ മുൻപിൽ നിർത്ത്. ഇന്ന് രാത്രി ചോദിക്കട്ടെ, കർത്താവിനെ മുൻപിൽ വെച്ച് മുൻപോട്ട് പോകുമ്പോ ഈ ലോകത്തിന്റെ പ്രതികൂലം വർദ്ധിച്ച നമ്മുടെ തീരുമാനം എന്താ? സ്വോത്രം സ്വോത്രം. കർത്താവിനെ തള്ളി പറയേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ കടന്നു വന്നാൽ സ്വോത്രം. സന്തോഷമുണ്ടോ? സ്വോത്രം. അവിടെയാണ് നമ്മുടെ തീരുമാനം, അവിടെയാണ് നമ്മളെടുത്ത തീരുമാനത്തിന്റെ പ്രവൃത്തി നടക്കുന്നത്. സ്വോത്ര. സന്തോഷമുണ്ടോ? രാത്രി പല ഭക്തന്മാരും കർത്താവിന് വേണ്ടി നിന്നു. അവരോട് ചോദിച്ചു, അവരെ തകർക്കുവാൻ ശത്രു അവരെ പിടിക്കപ്പെട്ടപ്പോ അവരോട് ചോദിച്ചു, നിങ്ങൾ കർത്താവിനെ തള്ളി പറയുമോ? ഇല്ല, ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ തള്ളി പറയത്തില്ല. നിങ്ങൾ ഞങ്ങളെ കൊന്നാലും, നിങ്ങൾ ഞങ്ങളെ ഇല്ലാതാക്കിയാലും ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ തള്ളി പറയത്തില്ല. ഞങ്ങളുടെ മരണത്തിന്റെ മുമ്പിലും ഞങ്ങളുടെ കർത്താവ് മാത്രമാണ് ഞങ്ങളുടെ മുമ്പിൽ. ഉറപ്പിന്റെ രാത്രി എത്ര പേർക്കുണ്ട്? അതിലും വലിയൊരു പ്രതിസന്ധി ഉണ്ടോ? ശത്രുക്ക് തീച്ചൂളയുടെ നടുവിൽ സിംഹത്തിന്റെ നടുവിൽ കൊണ്ടിട്ടു. എന്തിനാ? ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഉറച്ചു നിന്നതുകൊണ്ട്. ഇന്ന് രാത്രി ചോദിക്കട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവവൈതല്, ജ്ഞാനപ്പെട്ട ദൈവവൈതല്, ഇപ്പോഴൊക്കെ സുഖമ, കുഴപ്പമൊന്നുമില്ല എന്നാ മുമ്പോട്ട് പ്രതികൂലം വർദ്ധിക്കുമ്പോൾ നീ പിടിച്ചു നിൽക്കാൻ കഴിയാത്തവണ്ണം ലോകത്തിൽ പ്രതിസന്ധി വർദ്ധിക്കും. അപ്പോൾ ദാനിയേലിനെ പോലെ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പോലെ, ഭക്തന്മാരെ പോലെ ഉറച്ചു തീരുമാനിച്ചോട് പറയാൻ പറ്റുമോ? എന്റെ കർത്താവാണ് എന്റെ മുമ്പിൽ. മരണത്തിന്റെ മുമ്പിലും കർത്താവ് മാത്രം മുമ്പിൽ നിർത്തിയ ഭക്തന്മാരെ വിടുവിച്ച ചരിത്രമാണ് തിരുവചനത്തിലുള്ളതെങ്കിൽ ഇന്ന് രാത്രി ആ കർത്താവിനെ മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് ദൈവ പൈതൃകത്തിൽ മുൻപോട്ട് പോയ നിന്നെ കുലുക്കുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നീ കുലുങ്ങത്തില്ല. നീ സന്തോഷത്തോടെ ഹൃദയം നിന്റെ ദൈവത്തിന് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്വന്തം നിന്റെ നാവ് കൊണ്ട് ദൈവത്തെ സന്നിധി ആനന്ദിച്ച് പ്രത്യാശയോടെ
പ്രത്യാശയോടെ അവൻ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയും നിന്റെ പരിശുദ്ധനെ കേട്ടോ. സ്വതന്ത്രം രാത്രി വചനത്തോട് വിടുതൽ. ഈ പാതാളത്തിലേക്ക് പോകാനൊപ്പനല്ല. സ്വതന്ത്രം വിശദീകരിക്കുന്നില്ല. സ്വതന്ത്രം എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്ധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും. ആമേൻ. പാതാളത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, ആമേൻ. അഥമ പാതാളത്തിന് വിടുവിച്ച ദൈവം ആ പാതാളത്തിലേക്ക് പോകാനുള്ളവനല്ല. ആമേൻ. ഹാലെ പരിശുദ്ധന് ദ്രവത്വം കാണുവാനുള്ളവനല്ല. ആമേൻ. സ്തോത്രം. കല്ലറ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. അടച്ച സീല് വെച്ചു റോമൻ അധികാരികൾ. ആമേൻ. ഒരിക്കലും തുറക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ കല്ലറ ആമേൻ സീല് വെച്ചു. ആ കല്ലറയെ തുറന്നുകൊണ്ട് നമ്മുടെ യേശു ഉയർത്തെഴുന്നേറ്റു. അതിന്റെ 31-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല, അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുമ്പ് കൂട്ടി പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികളാകുന്നു. സ്വതന്ത്രം. യേശുവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ മൺകൂടാരങ്ങൾ അവൻ ഉണ്ടാകണമെങ്കിൽ നമ്മുടെ മുൻപിൽ നമ്മുടെ കർത്താവ് മാത്രമായി. സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോ? രാത്രി സന്തോഷമുണ്ടോ? ഉയർപ്പിച്ച ശക്തി നമ്മെ ഉയർപ്പിക്കുക. ശക്തിയുള്ള ദൈവത്തിന്റെ രാത്രി നമ്മുടെ നടുവിൽ ആ കർത്താവിന്റെ കരം നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചു. ആമേൻ. സ്തോത്രം. ഹാലി ദൈവമക്കളെ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം ആമേൻ അതിന്റെ 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ. ഹാലി വെളിപ്പാട് പുസ്തകം ആമേൻ. ഹാലി റെവലേഷൻ ചാപ്റ്റർ 1:18. ഞാൻ മരിച്ചവനായി എന്നാലിതാ എന്നേക്കു ജീവിച്ചിരിക്കുന്ന മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ആരുടെ കൈവശം? നമ്മുടെ മുമ്പിലുള്ള നമ്മുടെ കർത്താവിനെ വെച്ചിട്ടുണ്ടെങ്കിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ ആരുടെ മേലോ? കർത്താവിന്റെ കയ്യിൽ മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ കർത്താവാണ് നമ്മുടെ മുമ്പിൽ. ആ പ്രത്യാശയോടെ രാത്രി ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സങ്കീർത്തനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കാനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.